ഹലോ, ഈ ഒരു വീഡിയോ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എടുത്തിട്ടൊരു വീഡിയോ ആണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ 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 വേണ്ടപ്പെട്ട ഒരു മൊമെൻ്റാണിത്. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സർപ്രൈസായിട്ട് മോം ടു ബി നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് നടക്കുന്നത് ജാനുവരിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു, അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് അത് അപ്ലോഡ് ആയില്ല. അപ്പോൾ കഥയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് സ്നേഹ, മേഘ, അനശ്വര. ഇവരെനിക്ക് കിട്ടിയത് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ വെച്ചാണ്. ആദ്യം നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു ബാച്ചായിരുന്നു ഡിഗ്രിയുടേത്. അപ്പോഴത്തേക്കും അനശ്വരനെയാണ് ഞാൻ ഇതാണ് അനശ്വരനെയാണ് ഞാൻ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്തത്. ആ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് അനശ്വര വഴിയാണ് മേഘനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം രാവിലെ ഓൺലൈൻ ക്ലാസ് രാവിലത്തെ ക്ലാസ്സും ഉച്ചക്കത്തെ ക്ലാസ്സും അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ബാച്ചും ഉച്ചയ്ക്കായിരുന്നു സ്നേഹ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ക്ലാസ്സാക്കി. ഞങ്ങളുടെ ക്ലാസ്സിൽ 62 പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉച്ചയ്ക്ക് രാവിലത്തെ ബാച്ചാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായപ്പോഴത്തേക്കും ഒരു ഓട്ടോയിലിരുന്നാണ് ഞാൻ സ്നേഹേനെ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഏത് ക്ലാസ്സിലാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് ബസ് കുറവാണ്, മൂത്തുന്നത്തുനിന്ന് ഞങ്ങളുടെ കോളേജിലോട്ട് ബസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സെയിം എക്കണോമിക്സ് ബാച്ചാണെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ ക്ലാസ്സിലാണ്, ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത്. അതുകഴിഞ്ഞ് പിന്നെ ഫുള്ള് PG വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 പേരുണ്ടായിരുന്നു. അവർ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും അതവിടെ പോയി, ലക്ഷ്മിയും അമൃത ശരണ്യം. ബാക്കി ഈ 3 പേരും എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. ഇവരെന്താ പറയുക, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയാലും സെക്കൻഡ് പ്രഗ്നൻസി ആയാലും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസ് വെക്കേണ്ട കാര്യത്തിലായാലും അസൈൻമെൻറ്റ് വെക്കേണ്ട കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇവർ എൻ്റെ ഒപ്പം നിന്നിരുന്നത് എല്ലാ കാര്യത്തിലും. അതിപ്പോൾ കളിയാക്കാനായാലും എന്താ പറയുക, ഒപ്പം നിൽക്കാനാണെങ്കിലും നമ്മുടെ എന്ത് കാര്യത്തിലാണെങ്കിലും ഒപ്പം നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് അമ്മയും അച്ഛനും ഹസ്ബൻഡ് എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇവരാണ് എൻ്റെ ലൈഫിലുള്ളത്.